ഹൈക്കോടതി വാക്കാൽ പരാമർശിക്കുകയാണ്. പിണറായി വിജയ, നീ അഴിമതിക്കൊപ്പമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും ആ കസേരയിൽ ഇരിക്കാൻ കാരണബോധത്തിന് അവകാശമില്ല കേട്ടോ. VD സതീശൻ ചെയ്യേണ്ടത് വലിച്ചിറക്കുകയാണ്. വലിച്ചിറക്കിയിട്ട് അറബിക്കടലിൽ താഴ്ത്തുകയാണ് കാരണഭൂതത്തെയും കാരണഭൂതത്തിന്റെ സർക്കാരിനെയും ചെയ്യേണ്ടത്. എവിടെ പ്രതിപക്ഷം? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ നിരാശനായി പറയുകയാണ്, ഞങ്ങളുടെ സംഘടന ഇങ്ങനെയായി പോയല്ലോ, ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് നേതാക്കന്മാർ, സാധാരണ പ്രാദേശിക തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അകുലപ്പെടുന്ന അവസ്ഥയാണ് കേട്ടോ. അവർക്ക് വളരെ വിഷമമുണ്ട് തങ്ങളുടെ സംഘടന ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ പ്രതിപക്ഷം നിശബ്ദമാകുമ്പോഴാണ് പിണറായിക്ക് കൊമ്പ് മുളയ്ക്കുന്നത്. എന്തും ചെയ്യാം, ഹൈക്കോടതിയല്ല സുപ്രീം കോടതി പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് കാരണഭൂതം പറയുമ്പോൾ, ഈ വരുന്ന 9-ാം തീയതിയും 11-ാം തീയതിയും നിങ്ങൾ ചൂണ്ടുവിരൽ ഉയർത്തുമ്പോൾ കൊടുക്കണം പണി കേട്ടോ. കാരണം അഴിമതിക്കാർക്കൊപ്പമുള്ള ഒരു സർക്കാരിനെ അല്ല നമുക്ക് വേണ്ടത്. അഴിമതിക്കാർക്കൊപ്പമുള്ള ഒരു സർക്കാരിനെ അല്ല വേണ്ടത്. അതിദാരിദ്ര്യ വിമുക്തം എന്നൊക്കെ ചെണ്ട കൊട്ടി പാടുമ്പോ അങ്ങനെയല്ല എന്ന് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ നമ്മളോട് പറയുമ്പോ, സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 3600 രൂപയാണ് ക്ഷേമ പെൻഷൻ ഇപ്രാവശ്യം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1600 രൂപ കുടിശ്ശികയും പുതിയ 2000 രൂപയും 3600 രൂപ. ഇവർ പറയുന്നുണ്ടല്ലോ ഈ ബീഹാറിൽ 10000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത് നരേന്ദ്രമോദി അല്ലെങ്കിൽ നിതീഷ് എന്നിട്ടാണ് വോട്ട് തട്ടിയതെന്നൊക്കെ പറയുന്നവർ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായി 3600 രൂപ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 ആഴ്ച കഴിയുമ്പോൾ കുത്തണം ഞങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അഴിമതി നടത്തണേ. ഞങ്ങൾക്ക് ഇനി ബാക്കി ശബരിമലയിൽ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട്. ശബരിമലയിൽ കുറച്ച് സാധനങ്ങളും കൂടി ബാക്കിയുണ്ട്. അതിന്റെ മേൽക്കൂര, സ്വർണം കെട്ടിയ മേൽക്കൂരയുണ്ട്, അല്ലെങ്കിൽ ആ തങ്ക വിഗ്രഹമുണ്ട്, അതും കൂടി ഞങ്ങൾ കടിച്ചു മാറ്റണം, ഞങ്ങളെ വിജയിപ്പിക്കൂ എന്നാണ് പിണറായി പറയുന്നത്.